ഫുട്ബോളിനെ കുറിച്ച്, ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ ഈ ദിവസവും ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ദിലീപുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് ഫുട്ബോളിനെ കാണുന്ന ആൾക്കാരുടെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഓരോ ദിവസവും വളരെ കൂടുതൽ എണ്ണം കിട്ടുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 5 നമുക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഉള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഡെസ്കിലേക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് 5 സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം കണ്ണൂരിൽ നിന്നുള്ള ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ ചോദ്യമാണ്. ദിനേശാണ്. ചോദ്യം എങ്ങനെയാണ്: ദിലീപ് പല ഇൻ്റർവ്യൂകളിലും പല ക്ലബ്ബുകളുടെയും രാജ്യങ്ങളുടെയും പരിശീലകരെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗാർഡിയോള, ആൻസലോട്ടി, ക്ലോപ്പ് തുടങ്ങിയവരെ പറ്റി. ഫ്രഞ്ച് കോച്ച് ദിദിയർ ദശാംസിൻ്റെ ചില നെഗറ്റീവ് കാര്യങ്ങളും പറയുന്നത് കേട്ടു. വളരെ ചെറുപ്പത്തിൽ തന്നെ ശാസ്ത്രീയ പരിശീലനം ലഭിച്ച മികച്ച താരങ്ങളുടെ യഥാർത്ഥ കഴിവ് പുറത്തെടുക്കാൻ ഇത്തരത്തിലുള്ള കോച്ചുമാർക്കേ കഴിയൂ എന്ന വാദം എത്ര കണ്ട് ശരിയാണ്? അതോ മികച്ച കളിക്കാരെ കൊണ്ട് അവർ പ്രശസ്തരാവുന്നതോ? ഗെയിം പ്ലാൻ മാറ്റാം എന്നല്ലാതെ കളിക്കാരിൽ നിന്ന് പരമാവധി പുറത്തെടുക്കുന്ന വിദ്യ ഇവർക്ക് യഥാർത്ഥത്തിൽ വശമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ഒരു ഉദാഹരണം മെസ്സിയാണ്. ഇപ്പം മെസ്സി ബാഴ്സലോണയുടെ കൂടെ 15 കൊല്ലം കളിച്ചു. 3 തവണയാണ് സ്റ്റാർട്ടറായിട്ട് ചാമ്പ്യൻസ് ലീഗ് ജയിച്ചത്. അത് 2 തവണ ഗാർഡിയോള കോച്ച്, 1 തവണ ലൂയിസ് എൻറിക്കെ കോച്ച്. ഇവർ 2 പേരും ടോപ്പ് ലെവലിലുള്ള കോച്ചസ്. ബാക്കി കൊല്ലങ്ങളിൽ എന്തുകൊണ്ട് മെസ്സി ജയിച്ചിട്ടില്ല? തീർച്ചയായിട്ടും പലതവണയും വേറെ ടീമുകൾ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ലെവലിലുള്ള കോച്ചിങ്ങും ഇല്ല. എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു കളിയുടെ ഇടയ്ക്ക് കളിയുടെ ദിശ മാറ്റാനുള്ള കഴിവുണ്ട്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടോ ഒരു പൊസിഷണൽ ചേഞ്ച് കൊണ്ടോ എന്തായാലും ആ ടോപ്പ് കോച്ചസിന് അത് ചെയ്യാൻ പറ്റും. അല്ല, ഇതിൽ മുമ്പ് ചോദിച്ചതിൻ്റെ അകത്തൊരു ഇതെന്ന് വെച്ചാൽ ഈ ഇപ്പം സ്കൗട്ട് ചെയ്തിട്ടൊക്കെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ കഴിവ്, കളിക്കാർക്ക് കഴിവുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതും കൂടി. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഗാർഡിയോള ചാമ്പ്യൻസ് ലീഗ് 3 തവണ ജയിച്ചത് മികച്ച കളിക്കാരുള്ളത് കൊണ്ട് തന്നെയാണ്. ആൻസലോട്ടി 5 തവണ ജയിച്ചിട്ടുണ്ട്. അത് ആദ്യം കക്ക, മോൾഡീനി അങ്ങനത്തെ AC മിലാൻ കളിക്കാർ, പിന്നീട് റൊണാൾഡോ, ബേൽ, ബെൻസിമ അങ്ങനത്തെ റിയൽ മാഡ്രിഡ് കളിക്കാർ. തീർച്ചയായിട്ടും നല്ല കളിക്കാരും വേണം. ഇതൊരു ഹിന്ദിയിൽ പാട്ടിൽ പറയുന്ന പോലെ ഒരു ജുഗൽബന്ദിയാണ് ശരിക്കും, കോച്ചും മികച്ച കളിക്കാരും തമ്മിൽ. ഇതിലെന്താണ് ഇപ്പോൾ ഒരു കളിക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം പലതരത്തിലുള്ള കളിക്കാരാണ്. അതിൽ ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ പലതരത്തിലുള്ള പല സ്ഥലത്തുള്ള പല ദേശങ്ങളിലെ കളിക്കാരായിരിക്കുമല്ലോ പലപ്പോഴും. ഇവർ കളിച്ചിട്ടുണ്ടാകുക പലപ്പോഴും പല സ്ഥലത്തും ക്ലബ്ബ് ഇതിൽ അല്ലെങ്കിൽ ലീഗ് ഇതിലൊക്കെ കളിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഇവരെ ഏകോപിപ്പിക്കുന്ന എന്ത് സൂത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്? അത് കുറേ പേഴ്സണാലിറ്റിയുടെ കഴിവാണ്. ഇത് നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ പറ്റണം. ഈ ഇത്രയും ഇപ്പോഴത്തെ കളിക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് അവർ സൂപ്പർ സ്റ്റാർസാണ്. അവർക്ക് ഓരോരുത്തർക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ 100 മില്യൺ ഫോളോവേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ളവർ, അങ്ങനത്തെ ആൾക്കാരാണ് ക്യാമ്പിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ പറയുന്നത് അവർ സീരിയസ് ആയി എടുക്കുന്നില്ലെങ്കിൽ അവിടെ തന്നെ പരാജയപ്പെട്ടു. ദിനേശിൻ്റെ തന്നെ അടുത്ത ചോദ്യം ദിലീപ് നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ടാണ്. അതായത് ബ്രസീലിൻ്റെ R9 ലയണൽ മെസ്സിയേക്കാൾ മികച്ച കളിക്കാരനാണെന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ താരതമ്യം ഒന്ന് വിശദീകരിക്കാമോ? അതെൻ്റെ മലയാളത്തിൻ്റെ കൊള്ളരുതായ്മ കൊണ്ടാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ R9 ഞാൻ എൻ്റെ ജീവിതത്തിൽ 43 കൊല്ലം ഫുട്ബോൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഫിനിഷറാണ് R9. വേറെ ആരും അതിനടുത്തെത്തില്ല. ഏറ്റവും മികച്ച കളിക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ഭാഗമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. ഓൺ ദ ഫീൽഡ് ഇമ്പാക്റ്റ് വെച്ചും കഴിവുകളും വെച്ച് നോക്കുകയാണെങ്കിൽ മെസ്സി എത്രയോ മുന്നിലാണ്. ആകെപ്പാടുള്ള ഓഫ് ദ ഫീൽഡ് ഇതും കൂട്ടിക്കഴിഞ്ഞാൽ മാരഡോണയ്ക്ക് മെസ്സിയുടെ അതേ കഴിവുകളും ഉണ്ടായിരുന്നു. ഒരു നഗരത്തെ തന്നെ മാറ്റാൻ, അതിൻ്റെ ചരിത്രം തന്നെ മാറ്റാൻ പറ്റിയ ഒരു മനുഷ്യനും കൂടിയാണ് നാപ്പോളിയുടെ കാര്യത്തിൽ. അപ്പം അത് കാരണം ഞാൻ മാരഡോണയെ കുറച്ച് മുന്നിൽ വയ്ക്കും. ആ താരതമ്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പറ്റി കൂടി പറഞ്ഞിരുന്നു. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു എനിക്ക് ഏറ്റവും അഡ്മിറേഷനുള്ളൊരു കളിക്കാരൻ. എന്താ വെച്ചാൽ മറ്റവരുടെ ഇപ്പം മാരഡോണിൻ്റെ കേസിലും മെസ്സിയുടെ കേസിലൊക്കെ അവർ ചെയ്യണ പല കാര്യങ്ങളും ഒരു ജീനിയസ് ലെവൽ. അത് എത്ര പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്കൊരു കുട്ടിയോട് പോയി പറയാൻ പറ്റില്ല, നീ 10 മണിക്കൂർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിനക്ക് അടുത്ത മെസ്സി ആവാൻ പറ്റും. അത് പറ്റില്ല. നാച്ചുറൽ ഗിവൺ ടാലൻ്റാണ്. റൊണാൾഡോൻ്റെ കേസിൽ റൊണാൾഡോ ഓരോ കൊല്ലവും തൻ്റെ സ്കിൽസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഇപ്പോൾ ഫോണിലൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യണ പോലെ
ഓരോ കൊല്ലവും തൻ്റെ കഴിവുകൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു സൂപ്പർ പ്ലെയർ ആയതാണ്. അല്ലാതെ നാച്ചുറൽ ടാലൻറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു റൊണാൾഡോനെ മെസ്സിയുടെ ലെവലിൽ കാണില്ല. പക്ഷെ അത് പരിശ്രമിച്ച് ആ ലെവലിൽ എത്തിയ ഒരു കളിക്കാരൻ. അപ്പം ഏതൊരാൾക്കും ഒരു ഇൻസ്പിറേഷൻ. അതിപ്പോൾ കളിക്കാർ മാത്രമല്ല, നിങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ശരിക്കും റൊണാൾഡോ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മനുരാജ് നമ്പയിൽ. പുള്ളി സ്വീഡനിൽ നിന്നൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൂർണമെൻറ്റിലെ മികച്ച ടീം ഏതാണെന്ന ചർച്ച സ്ഥിരം നടക്കാറുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 10-15 വർഷങ്ങളായി കാര്യമായി പുരോഗതി കൈവരിച്ച ഏതെങ്കിലും ടീം ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? അത്തരം രാജ്യങ്ങളിൽ സർക്കാർ അല്ലെങ്കിൽ കായിക മന്ത്രാലയം മുൻകൈയെടുത്ത് നടത്തുന്ന പദ്ധതികൾ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലും പ്രാവർത്തികമാക്കാവുന്ന ചില ആശയങ്ങൾ പങ്കുവെക്കാമോ? അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ ജനസംഖ്യ കേരളത്തിൻ്റെതും കുറച്ചധികമേ ഉള്ളൂ, ഏകദേശം 4 കോടിയൊക്കെ. അവർ ഇപ്പോൾ ഏഷ്യയിലത്തെ ഏറ്റവും മികച്ച യൂത്ത് സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ്. അവർക്ക് ഇന്ത്യയെ പോലെ ഒരു കൊല്ലം 16-18 കോടിയൊക്കെ ഫിഫയുടെ അടുത്തുനിന്ന് ഫണ്ട്സ് കിട്ടുന്നു. അത്ര തന്നെ പൈസ പക്ഷെ ഗവൺമെൻറ്റും ആ പ്രോഗ്രാമിലേക്ക് ഇടുന്നുണ്ട്. പക്ഷെ അവർ ആ പൈസ മുഴുവൻ ഉപയോഗിക്കുന്നത് ലീഗിലേക്ക് കുറേ ഫോറിൻ കളിക്കാരെ കൊണ്ടുവരാനൊന്നുമല്ല, അവരുടെ യൂത്ത് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു 10 കൊല്ലത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ ഏഷ്യയിലത്തെ ഏറ്റവും ശക്തമായ ഒരു ടീമായി മാറിയിട്ടുള്ളത് ഉസ്ബെക്കിസ്ഥാൻ. പണ്ട് ഉണ്ടായിരുന്നു ഒരു സോവിയറ്റ് സിസ്റ്റമുള്ള കാലത്ത് ഒരു നല്ല ടീമായിരുന്നു, പക്ഷെ പിന്നെ അത് ഇല്ലാതെയായി. ആ സോവിയറ്റ് സിസ്റ്റം കൊലാപ്സ് ചെയ്തപ്പോൾ അത് പോയി. പക്ഷെ ഇപ്പം ആദ്യം അവർ അത് അടിത്തറയെന്ന് പണിത് വലിയൊരു ടീമായി വന്നു. ദിലീപ് തന്നെ പറയുന്നുണ്ടല്ലോ, കാരണം ഒരു കൺവെയർ ബെൽറ്റ് പോലെ, നേരത്തെ നമ്മൾ സംസാരിച്ചു, കൺവെയർ ബെൽറ്റ് പോലെ പുതിയ കളിക്കാർ വരുന്ന സിസ്റ്റം പല രാഷ്ട്രങ്ങളിലുണ്ട്. ഇപ്പം അർജന്റീനയ്ക്ക് അങ്ങനത്തെ ഒരു വലിയൊരു ബ്രേക്ക് വരാൻ പോവാണ്, ബ്രസീലിന് അത് വന്നു കഴിഞ്ഞു. ബ്രേക്ക് വരാൻ പോവാന്ന് ഞാൻ പറയില്ല, പക്ഷെ അതേ ആ സ്പീഡിൽ ടാലന്റ് വരുന്നില്ല. ഇപ്പൊ ഒരു 2000-കളിൽ വന്നിരുന്ന അല്ലെങ്കിൽ 1990-കളിൽ വന്നിരുന്ന പോലെ ആ സ്പീഡിൽ അർജന്റീനയിൽ ടാലന്റ് വരുന്നില്ല. ബ്രസീലിലും ആ സ്പീഡിൽ വരുന്നില്ല. യൂറോപ്പിലാണ് ഇപ്പോൾ കുറേ രാജ്യങ്ങളിൽ അത് ഒരു പ്രധാന കാരണം ഇമിഗ്രേഷനാണ്. ഈ റേഷ്യൽ ഡൈവേഴ്സിറ്റി വരുമ്പോൾ ഇപ്പം എംബാപ്പയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ കാമറൂണിൽ നിന്ന് അമ്മ അൽജീരിയ എന്ന് രണ്ടുപേരും സ്പോർട്സ് കളിച്ചവരാണ്. അപ്പം ആ ഒരു എന്താ പറയുക, ഈ റേഷ്യൽ മിക്സിങ് വരുമ്പോൾ പലപ്പോഴും ഈ സൂപ്പർ അത്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജപ്പാനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലേ? ജപ്പാൻ്റെ ഒരു വലിയൊരു കാരണം ഇതേപോലെ അവർ 93-ല് ലീഗ് തുടങ്ങുമ്പോൾ അവർ 100 കൊല്ലത്തേക്ക് ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ് അത് ആവിഷ്കരിച്ചത്. അത് ഓരോ കൊല്ലവും അവർ പുതിയ ക്ലബ്ബുകളെ അതിലേക്ക് ചേർക്കും. ആദ്യം ഒരു ജെ ലീഗ് 1 മാത്രം ഉണ്ടായിരുന്നു, പിന്നെ 2ാം ഡിവിഷനായി. ഇപ്പം 2ാം ഡിവിഷനും കളിക്കാർ നാഷണൽ ടീമിലേക്ക് പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസ് വന്നിട്ട് ഇപ്പോൾ ഏറ്റവും മികച്ച ജാപ്പനീസ് കളിക്കാർ മുഴുവൻ യൂറോപ്പിൽ കളിക്കുന്നു. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് അവരുടെ ടോപ്പ് ലീഗിൽ കളിക്കാൻ പറ്റും. അവരുടെ അനുഭവം കിട്ടുമ്പോൾ അവർ യൂറോപ്പിലേക്ക് വരും, അടുത്ത തലമുറ ആ ഗ്യാപ്പിലേക്ക് വരും. അപ്പോൾ ആ ഒരു സിസ്റ്റം അവർ സൃഷ്ടിച്ചു കഴിഞ്ഞൊരു 33 കൊല്ലമായിട്ട്. 2026-ലെ ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് മെസ്സി MLS-ലേക്ക് മാറിയതെന്നത് ശരിയാണോ? അവിടെ കളിച്ചുള്ള പരിചയം മെസ്സിക്ക് എത്രത്തോളം ഈ ലോകകപ്പിൽ ഗുണം ചെയ്യുന്നുണ്ട്? അവിടെ കളിച്ച പരിചയം എന്ന് പറഞ്ഞാൽ ഇത് കാലാവസ്ഥ കുറച്ച് നഗരങ്ങളിൽ എങ്ങനെ അത് പക്ഷെ അത്ര തന്നെ ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ കാരണമില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ അർജന്റീനയിലത്തെ ചൂടും അല്ലെങ്കിൽ ബാഴ്സലോണയിൽ വേനൽക്കാലത്ത് നല്ല ചൂടാണ്. അപ്പം അതൊരു വലിയൊരു ഫാക്ടറല്ല. കളിയുടെ നിലവാരം MLS-ൻ്റെ യൂറോപ്യൻ ലീഗിൻ്റെ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. മെസ്സി കളിച്ചിരുന്നത് ആദ്യം സ്പെയിനിൽ പിന്നെ ഫ്രാൻസിലുമാണ്. ആ ലീഗിൻ്റെ ഒന്നും സ്റ്റാൻഡേർഡ് ഇല്ല. പക്ഷെ നീങ്ങിയത് ഒരു കാരണം ഇത് തന്നെയാണ്. എന്താ വെച്ചാൽ MLS-ൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പുഷ് ഉണ്ടായിരുന്നു മെസ്സിയെ കിട്ടാൻ വേണ്ടി. എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ലോകകപ്പിൻ്റെ ഒരു ഫേസ് ആവും. ഇപ്പോൾ റൊണാൾഡോന് വേണ്ടി സൗദി ഇത്രയും പൈസ കൊടുത്തത് ഒരു കാരണം അതാണ്. ഈ 34-ൽ അവർ ലോകകപ്പ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കളി നിർത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു അംബാസിഡറായിട്ട് CR7 അവിടെ ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യം ബ്രസീൽ ടീമുമായി ബന്ധപ്പെട്ടിട്ടാണ്. ജാവോ പെഡ്രോയെ പോലുള്ള യുവ കളിക്കാരെ മാറ്റി നിർത്തി നെയ്മറിനെ സ്റ്റാർട്ടിംഗ് 11-ൽ കളിപ്പിച്ചാൽ അത് ബ്രസീലിന് ഗുണം ചെയ്യാനുള്ള സാധ്യത കുറവല്ലേ? ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയുടെ പ്രകടനത്തെ പൊതുവിൽ എങ്ങനെ വിലയിരുത്തുന്നു? ഒരു കളി കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല.
പലപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫ്രാൻസിൻ്റെ ഒരു കളിയിൽ നമ്മൾ കണ്ടു രണ്ട് പകുതികളും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു, അവർ കളിച്ച ശൈലിയും അതിൻ്റെ സ്റ്റാൻഡേർഡും ഒക്കെ. അപ്പോൾ ബ്രസീലിനും അങ്ങനെ കളിക്കാർ ഒരുമിച്ച് അധികം കളിക്കാത്തൊരു കൂട്ടം കളിക്കാരാണ്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അതൊന്ന് ജെല്ല് ചെയ്ത് വരാൻ. പിന്നെ ജാവോ പെഡ്രോൻ്റെ കാര്യം എനിക്ക് ചെറിയൊരു അതിശയമായിരുന്നു. എസ്റ്റവ പരിക്കായിട്ട് പുറത്തായത് കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും ജാവോ പെഡ്രോസ് നല്ല ഫോമിലുള്ള ഒരു കളിക്കാരനും കൂടിയായിരുന്നു. പക്ഷേ ഈ ബ്രസീൽ ടീമിനെന്ന് മാത്രമല്ല, ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് തന്നെ ഒരു വലിയൊരു ആഗ്രഹമാണ് നെയ്മർ ഈ ടീമിൽ കളിക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നൊക്കെ. അപ്പോൾ അതൊരു കുറേ ഒരു ഇമോഷണൽ പിക്കാണ്. പലപ്പോഴും ആ ഒരു ഇമോഷൻ കാരണം ഒരു ടീമിന് മുന്നോട്ട് പോകാനും പറ്റും. അത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം.